ജീവിത ബറക്കത്തിന് 5 വഴികൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതു കാണാം. ഒന്നാമത്തത്, ധാരാളമായി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ നമ്മൾ വർദ്ധിപ്പിച്ചാൽ അവന് റിസ്ഖ് വിശാലമായിട്ട് അവന്റെ എല്ലാ ഗുഡ്സായിട്ടുള്ള ജീവിതവും നീങ്ങിപ്പോയി വിശാലമാകുമെന്ന് ഹദീസിലൂടെ പഠനം നമുക്ക് കാണാവുന്നതാണ്. രണ്ടാമത്തത്, ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് ചൊല്ലിയാൽ മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ആരെങ്കിലും ഇസ്തിഗ്ഫാർ ധാരാളം ചൊല്ലുന്ന പതിവുണ്ടായാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജൻ, എല്ലാ ഗുഡ്സായ പ്രശ്നത്തിൽ നിന്നും അള്ളാഹു ഒരു വിശാലത നൽകുകയും വമിൻ കുല്ലി ഹമ്മിൻ ഫറജൻ, അവന് എല്ലാ ടെൻഷനും മാറി വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവന് വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹു എല്ലാം വിശാലമാക്കുമെന്ന് ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാവുന്നതാണ്. പ്രത്യേകിച്ച് തഹജ്ജുദിന്റെ സമയത്ത് 70 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചൊല്ലുകയാൽ അവന്റെ അർശിന്റെ തണലും, അസർ നിസ്കാര ശേഷം 70 തവണ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയാൽ അവന് 70 കൊല്ലത്തെ ദോഷം പൊറുക്കുകയും ചെയ്യുമെന്ന് ഹദീസിലൂടെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതു കാണാം. മൂന്നാമത്തത്, എല്ലാ രാത്രിയും സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുക. ഒരു ഹദീസിൽ കാണാം, സൂറത്തുൽ വാഖിഅ എന്നതിന്റെ മറ്റൊരു പേരാണ് സൂറത്തുൽ ഗിനാ, അത് ഐശ്വര്യത്തിന്റെ സൂറത്താണ്. അത് ഓതിയവന് ദാരിദ്ര്യം ഇല്ലേ ഇല്ല, ലം തസിബ്ഹു ഫാഖ, അവനൊരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സയ്യിദുനാ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ആ മഹാനവറുകൾ വഫാത്താവാനിരിക്കുമ്പോൾ ധാരാളം പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഖജനാവിൽ നിന്ന്, പൊതുമുതലിൽ നിന്ന് പാവപ്പെട്ടവർക്കുള്ള സ്വത്ത് കൊടുത്തേക്കട്ടെയോ, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, മരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പെൺമക്കളെ ബാക്കിയാക്കിയിട്ടാണല്ലോ വഫാത്താവുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയാണ്, ഒരു സ്വത്തും എന്റെ പെൺമക്കൾക്ക് നിങ്ങൾ ബാക്കിയാക്കേണ്ടതില്ല, ഞാൻ അവർക്ക് സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, ഫഖറഉഹ, നിങ്ങൾ അതിനെ ഓതുകയും വഅല്ലിമുഹ ഔലാദക്കും, നിങ്ങൾ ഈ സൂറത്തിനെ പാരായണം ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് ഇബ്നു മർദവൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇമാം സുയൂത്തി റഹിമഹുല്ല അവിടുത്തെ ഹുസൂലുർ റിസ്ഖ് എന്ന കിതാബിന്റെ 2-ാം പേജിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും എനിക്ക് ഈ സൂറത്തുള്ള കാലത്തോളം എന്റെ മക്കൾക്ക് ഒരു ദാരിദ്ര്യവും ഭയക്കുന്നില്ലെന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങളുടെ ആ വിശാല മനസ്സും ഈമാനിക ആവേശവും നമുക്കുണ്ടായി. എല്ലാ ദിവസവും ഈ സൂറത്ത് ഓതുന്ന പതിവ് നമുക്കുണ്ടാവണം. ഈ സൂറത്ത് ഓതിയതിന്റെ രഹസ്യം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റഹിമഹുല്ലാ പറയുന്നത് വേണം. അവൻ വിശാലമായ സമ്പത്തുണ്ടായിട്ട് കോടിപതിയും ലക്ഷപതിയും ആവും എന്നൊന്നുമല്ല, സ്വന്തം കാലിൽ നിൽക്കാനുള്ള പക്വതയും ആരുടെ മുന്നിലും കൈനീട്ടാതെയുള്ള ജീവിതവും ഐശ്വര്യവും, അതോടൊപ്പം അള്ളാഹുവിന് ആരാധന ചെയ്യാനുള്ള തൗഫീഖും കിട്ടും. അള്ളാഹു ഈ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് അത് നമുക്ക് നൽകുമാറാവട്ടെ. നാലാമത്തത്, ജീവിത വിശാലതക്കും ബറക്കത്തിനും റിസ്ഖിന്റെ വിശാലതക്കുമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച 4-ാമത്തെ വഴിയാണ് എല്ലാ ദിവസവും 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന വളരെ വിശാലം, ആ ഒരു വലിയ അർത്ഥമുള്ള ആ ദിക്ർ പതിവാക്കൽ. അങ്ങനെ ഓതിയാൽ, അതിങ്ങനെ ചൊല്ലിയാൽ കാനലഹു അമാനം മിനൽ ഫഖർ, അവന് ദാരിദ്ര്യത്തിൽ നിന്ന് നിർഭയത്വമുണ്ടാവുകയും വൽസമിൻ വശത്തുൽ ഖബർ, അവന്റെ ഖബറിന്റെ ഏകാന്തതയിൽ നിന്ന് അവനൊരു കൂട്ടുകാരനായിട്ട് ആ ദിക്ർ അമലുക സ്വാലിഹ്, നിന്റെ സ്വാലിഹായ കർമ്മമാണെന്ന് ഞാൻ വരുകയും ചെയ്യുന്ന ഒരു ഖബറിന്റെ കൂട്ടുകാരനായിട്ട് മാറുമെന്ന് ഹബീബ് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഇമാം അബൂ നുഐമും ഇമാം ഖതീബും ഇമാം മാലിക് തങ്ങളും ഇമാം ദൈലമിയും ഒക്കെ ധാരാളം പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തതു കാണാം. ഈ ദിക്ർ നമ്മുടെ നാവിൽ എപ്പോഴും എല്ലാ ദിവസവും 100 തവണ ചൊല്ലണമെന്ന് പ്രത്യേകമായി വസിയത്ത്. 5-ാമത്തെ വഴി, അവസാനത്തെ വഴി, റിസ്ഖിന്റെ വിശാലതക്ക്, ജീവിതത്തിന്റെ ബറക്കത്തിന്, സ്വന്തം കാലിൽ നിൽക്കാനുള്ള പക്വതക്ക്, ആരുടെ മുന്നിലും കൈനീട്ടേണ്ട ഒരു ഗതികേട് വരാതിരിക്കാൻ, കടക്കാർ മരിക്കുന്ന സമയത്ത് മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് അടിപിടി കൂടുന്നത് ഒഴിവാക്കാൻ, നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ വിശാലത കിട്ടാൻ വേണ്ടി 5-ാമത്തെ വഴി സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ വീട്ടിലേക്ക്, ഹോസ്റ്റലിലെ റൂമിലേക്ക്, ഗൾഫുകാരാണെങ്കിൽ റൂമിലേക്ക് കയറുമ്പോൾ 1 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. അങ്ങനെ എല്ലാ ദിവസവും ഓതുന്ന ഒരു പതിവുണ്ടെങ്കിൽ നഫത്തുൽ ഫഖർ, അവന് ആ
വീട്ടുകാർക്ക് ദാരിദ്ര്യമില്ല, അവന്റെ അയൽവാസികൾക്കും ദാരിദ്ര്യമില്ലെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഇബ്നു മസ്ഊദ് തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇമാം ത്വബറാനി തങ്ങൾ ഉദ്ധരിക്കുന്നു. അള്ളാഹു നമ്മളെല്ലാം ദാരിദ്ര്യത്തിൽ നിന്ന് ഒഴിവായി നല്ല ജീവിതത്തിലെത്താൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.